പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ കഴിഞ്ഞ സമയത്തെ ഈ സന്ധ്യയെങ്കിൽ ആമൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആമൻ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമൻ സ്തുതിക്കുന്നു. ആമൻ. എൻ്റെ പേര് എൽദോ കുര്യാക്കോസ് എന്നാണ്. ഞാൻ ഗുജറാത്തിൽ ആമൻ ഷരൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആമൻ കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. ആമൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആമൻ കർത്താവിൻ്റെ ദാസൻ ആമൻ ബെൻസൻ പാസ്റ്ററെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആമൻ കർത്താവിൻ്റെ ദാസനെയും ആമൻ ഹല്ലേലൂയ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് ആമൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആമൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് തന്നെയും തൻ്റെ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തന്നെ എനിക്ക് ഈ അവസരം നൽകി തന്ന ആമൻ കർത്താവിൻ്റെ ദാസൻ ബെൻസൻ ഡാനിയൽ പാസ്റ്ററോടും ആമൻ പ്രാർത്ഥനാധ്വനിയുടെ ആമൻ ഹല്ലേലൂയ ഭാരവാഹികളോടെല്ലാമുള്ള ആമൻ നന്ദിയും വന്ദനത്തെയും ഇന്ന് ആമൻ സന്ധ്യയെങ്കിൽ അറിയിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാസത്തെ ആമേൻ ഹല്ലേലൂയ തീം എന്നുള്ളത് ന്യൂ ക്രിയേഷൻ എന്നുള്ളതാണ്. ന്യൂ ക്രിയേഷൻ. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട അവൻ മെസ്സേജുകൾ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തരും അവൻ കേട്ട് വരികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ ആഴമായിരിക്കുന്ന അറിവ് ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ കടക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇതിൽ പ്രസംഗിച്ച ഭൂരിഭാഗം ആമേൻ ദൈവദാസന്മാരും വായിച്ച വാക്യം തന്നെ ആയിരിക്കാം ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആമേൻ 17-ാമത്തെ വാക്യം. അങ്ങനെ ഒരു ഡയറക്റ്റ് വാക്ക് ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്ന ഡയറക്റ്റ് വാക്കുള്ള 2 വാക്യങ്ങളാണ് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു വാക്ക് ഇതാണ്. ആമൻ. ഈ വാക്യം വായിച്ച് ആമൻ പ്രാർത്ഥിച്ച് ആമൻ ദിവസനാമത്തിലായിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആമൻ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യവും വായിക്കട്ടെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആമൻ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല അവൻ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ കർത്താവേ ആമേൻ ഹല്ലേലൂയ ആമേൻ അപ്പോൾ അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഹല്ലേലൂയ സ്തോത്രം. ഓൺലൈനിലൂടെ ആമേൻ ഫേസ്ബുക്ക് എന്ന മീഡിയത്തിലൂടെ ആമേൻ ഹല്ലേലൂയ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥനാധ്വനിയെയും എൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ആമേൻ ബെൻസൻ ഡാനിയൽ അവരുടെ എല്ലാവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ വചനം ആമേൻ ശ്രവിപ്പാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന എത്തിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വാക്യം നമുക്കെല്ലാം ആമേൻ സുപരിചിതമായിരിക്കുന്നു. ഈ ആമേൻ ഹല്ലേലൂയ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ തന്നെ ആമേൻ ഹല്ലേലൂയ പല ദൈവദാസന്മാരിലൂടെയും കേട്ട ആമേൻ ഹല്ലേലൂയ വാക്യവും തന്നെയാണ്. ആമേൻ. വാക്യപ്രകാരം പറയുന്ന ഒരിക്കൽ കൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നുവെന്ന് ആമേൻ ഹല്ലേലൂയ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി എന്നുള്ളതാകുന്നല്ലോ നമ്മുടെ ആമേൻ ഹല്ലേലൂയ ഈ മാസത്തെ തീം എന്ന് ഉള്ളത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പുതിയ സൃഷ്ടി എന്താണെന്നും ആമേൻ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുന്നതെന്നെല്ലാം ആമേൻ ഒരുപക്ഷെ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ മറ്റ് ദൈവദാസന്മാരോട് കേട്ടിട്ടുണ്ടാകാം. ആമേൻ. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ മെസ്സേജിന് ഞാനൊരു ആമേൻ ടൈറ്റിൽ ഇപ്രകാരം കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്: റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് എ ന്യൂ ക്രിയേഷൻ. ആമേൻ ഹല്ലേലൂയ. അഥവാ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന അവൻ മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളും അവൻ പദവികളും എന്ന അവൻ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനായിട്ടാണ് ഇന്ന് സന്ധ്യയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് മുമ്പ്
ആമേൻ ഹല്ലേലൂയ സംസാരിച്ച ദേവദാസന്മാരെല്ലാം നിങ്ങളോട് ഒരുപക്ഷെ പുതിയ സൃഷ്ടിയെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും ഹല്ലേലൂയ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളും പദവികളും, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് എ ന്യൂ ക്രീച്ചർ, അല്ലെങ്കിൽ ന്യൂ ക്രിയേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ വീണ്ടും ജനിച്ച ഹല്ലേലൂയ അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെ ദൈവം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവിക അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ദൈവിക കൃപകൾ അവരുടെ മേൽ ദൈവമായ കർത്താവ് ചൊരിയപ്പെടുവാനായിട്ട് ഇടയാത്തിരുന്നു. എന്നാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഹല്ലേലൂയ ഒരു കണ്ടീഷനോട് കൂടിയാണ് നമ്മുടെ ഹല്ലേലൂയ അടുക്കൽ വരുവാനായിട്ട് ഇടയാത്തിരുന്നത്. ദൈവം ഹല്ലേലൂയ അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ കണ്ടീഷൻസ് ദൈവം വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ദൈവസന്നിധാനത്തിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്? നമ്മൾ ഹല്ലേലൂയ ന്യൂ ക്രിയേഷൻ ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടി ആയിത്തീരുമ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്? അതിനുശേഷം എന്തെല്ലാമാണ് ദൈവം നമുക്ക് നൽകുന്ന പദവികൾ, അല്ലെങ്കിൽ പ്രിവിലേജസ് എന്ന് നമുക്ക് വേഗത്തിൽ ചിന്തിച്ച ദൈവസന്നിധാനത്തിൽ ആയിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പുതുക്കത്തിൽ, അല്ലെങ്കിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ പുതിയ സൃഷ്ടിയായി തീർന്ന ഹല്ലേലൂയ, അല്ലെങ്കിൽ നാം ആദ്യം വായിച്ചതുപോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ആയിത്തീർന്ന പുതിയ സൃഷ്ടി ആയിത്തീർന്ന ഹല്ലേലൂയ വ്യക്തി എന്ത് ചെയ്യണമെന്നാണ്? ഹല്ലേലൂയ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവൻ്റെ പുതുക്കത്തിൽ, വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ പുതുതായിത്തീർന്ന വ്യക്തി, അല്ലെങ്കിൽ ഹല്ലേലൂയ വീണ്ടും ജനിച്ചവനായിരിക്കുന്ന വ്യക്തി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളത് ഹല്ലേലൂയ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിച്ച ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന നമ്മൾ ഓരോരുത്തരുടെയും ഒരു ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർത്ത ഹല്ലേലൂയ ദൈവത്തോടുള്ള ഹല്ലേലൂയ ബന്ധത്തിൽ നമ്മൾ ഹല്ലേലൂയ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നൽകിയ ജീവൻ്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്തിരുന്നു? മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഹി ട്രാൻസ്ഫോംഡ് അവർ ലൈഫ്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു പുതിയ മാറ്റം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത് എന്താണ്? അത് ഇപ്പോൾ ആ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചത്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതങ്ങനെ ആയി തീർന്നിരിക്കുകയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഇതിങ്ങനെ പതിയെ പതിയെ പുതിയതായിക്കൊള്ളും എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പതിയെ പതിയെ പുതിയ സൃഷ്ടിയായി തീരും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അവൻ പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അതൊരു പെട്ടെന്നായിട്ട് നടക്കുന്ന ഹല്ലേലൂയ ഒരു കാര്യമാണ്. അത് ദൈവം നമ്മെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അല്ലെങ്കിൽ അത് താഴോട്ട് വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോംഡ് ലൈഫ്, ലിവിങ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു മാറ്റം സംഭവിച്ച, ഒരു പുതുക്കം പ്രാപിച്ച ജീവിതം ഹല്ലേലൂയ നമ്മൾ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. അതായത് ഇതുവരെ നമ്മൾ ജീവിച്ചു വരുന്ന ഓൾഡ് ലൈഫ്, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ജീവിച്ചു വന്നിരുന്ന പഴയ ജീവിതം മാറ്റിവെച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി മാറുന്നതിനെയാണ് ഹല്ലേലൂയ
അവൻ ഹല്ലേലൂയ ഇവിടെ മറന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ വ്യക്തിയായിട്ട് അവൻ ഹല്ലേലൂയ മാറുവാൻ കഴിയുന്നത്. എല്ലാ ഓൾഡ് സിൻഫുൾ ബിഹേവിയേഴ്സും മാറ്റിവെച്ചിട്ട് അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് അനുസരിച്ച് അവൻ നടക്കുന്ന ഒരു പുതിയ വ്യക്തി ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിപ്രകാരമാണ്: എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിൽ കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ് പ്രാപിച്ച് ഹല്ലേലൂയ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് അപ്പോൾ കർത്താവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. പുതിയ ഹല്ലേലൂയ വ്യക്തിയായി തീർന്നു കഴിയുമ്പോൾ, പുതിയ ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ആകുന്നു. ഹല്ലേലൂയ അതുവരെ ഹല്ലേലൂയ ഞാനായിരിക്കുന്നവൻ അതുവരെ കാണുന്നവർ ഹല്ലേലൂയ എൻ്റെ സ്വഭാവം കാണുമ്പോൾ എന്നെ കാണുന്നവർ ഇനി മുതൽ ഹല്ലേലൂയ എന്നെ കാണുമ്പോൾ അവർ കർത്താവിനെ കാണുന്നത് പോലെ ആയിത്തീരും, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ കർത്താവിനെ നമ്മിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ലൈഫിന് ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുകയാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്നെ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരാം. കൊലോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഹല്ലേലൂയ എല്ലാവർക്കും നമുക്ക് വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് പ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ 9-10 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പുതുക്കത്തെക്കുറിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. പുതുക്കത്തെക്കുറിച്ച് പ്രകാരമാണ് കാണുന്നത്. പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? ഉരിഞ്ഞ് കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയും. പഴയ മനുഷ്യനെ എല്ലാ പ്രവൃത്തികളോടും കൂടെ, അതായത് ദ വൺ ഹു ഈസ് ബോൺ അഗെയിൻ, ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പഴയ മനുഷ്യനെ അവൻ്റെ സകല ഹല്ലേലൂയ സ്വഭാവങ്ങളോടും കൂടെ, അല്ലെ, മനുഷ്യൻ്റെ അവൻ്റെ സകല പ്രവൃത്തികളോടും കൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മളെ കാണുന്നവൾ ഹല്ലേലൂയ ദൈവത്തിനെ എന്ത് ചെയ്യണം? കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ഹല്ലേലൂയ അളവില്ലാത്ത സ്നേഹവുമെല്ലാം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഹല്ലേലൂയ പ്രതിഫലിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ട്രാൻസ്ഫോം ആകുവാൻ ഇടയായിത്തീരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ കടന്നു പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ അത് പുതുക്കത്തിൽ ജീവിക്കുന്ന ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ ലവ് ആൻഡ് ഒബേ ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ, ദൈവത്തിൻ്റെ ഹിതത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അതിനെ പാലിക്കുകയും ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിളാണ്. അല്ലെ, വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി, അല്ലെങ്കിൽ പുതിയ മനുഷ്യനായി തീർന്ന വ്യക്തിയുടെ നല്ല റെസ്പോൺസിബിലിറ്റി എന്താണ്? ദൈവിക ദൈവഹിതത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും എന്താണ്? റെസ്പോൺസിബിളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 14-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 13 ഹല്ലേലൂയ മുതലുള്ള വാക്യങ്ങൾ, 14-ാം അധ്യായത്തിന് 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ അവൻ വീണ്ടും ജന്മം പ്രാപിച്ച അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്ന വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി പെട്ടിരിക്കുന്ന കാര്യമാണ് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു പറയുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുകയും ചെയ്യാതിരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം കർത്താവ് തന്നെ യേശു കർത്താവ് തന്നെ പറയുന്ന കാര്യം പ്രകാരമാണ്. യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തവനാരും എൻ്റെ വചനം എന്ത് ചെയ്യില്ല? പ്രമാണിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളായി തീരുവാൻ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോരുത്തരും റെസ്പോൺസിബിളാണ് എന്ന് നമ്മൾ ഇന്ന് സന്ധ്യയെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. അടുത്ത കാര്യം നമ്മൾ പറയുന്നത് എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് പ്രകാരമാണ്: ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഈ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇംപ്രൂവ് യുവർ സെൽഫ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക, നമ്മെ തന്നെ വളർത്തുക, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, ദൈവമക്കളായി തീരുവാൻ, പുതുക്കത്തിൽ നടക്കുവാൻ നമ്മെ തന്നെ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും ഓരോ ദിവസവും വളർത്തുന്നവരായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ എന്ത് ചെയ്യുക? നടക്കുക, സ്നേഹത്തിൽ നടപ്പിൻ. 7 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം. ഹല്ലേലൂയ. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വൃഥാവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തതിന് ശേഷം ദൈവം നമ്മെ കർത്താവിൽ വിശ്വസിച്ച് ഹല്ലേലൂയ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏറ്റു പറയുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. പുതിയ സൃഷ്ടിയാക്കി തീർത്ത വ്യക്തി എന്താണ്? ഹല്ലേലൂയ അവരോട് പറയുകയാണ്, എഫേസ്യ ലേഖന കർത്താവ് പ്രകാരം പറയുകയാണ്: നിങ്ങൾ മുൻപ് ഇരുട്ടിലായിരുന്നു, പക്ഷേ ഹല്ലേലൂയ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? വെളിച്ചത്തിലാണ്. മുൻപ് നിങ്ങൾ ഹല്ലേലൂയ ഇരുട്ടിന് ഹല്ലേലൂയ അവരുടെ കൂട്ടാളികളായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകും. കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾ ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്. അതുപോലെ വീണ്ടും ഈ എഫേസ്യ ലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങൾ വെളിച്ചമാണ്, ഒരിക്കലും ഇരുളിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ഇടയായിത്തീരരുത്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളത് നമ്മുടെ അതിനുവേണ്ടി നമ്മെ തന്നെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഹല്ലേലൂയ വിശുദ്ധിയിലും ഹല്ലേലൂയ നീതിയിലും വേർപാടിലുമെല്ലാം വർദ്ധിച്ചു വരിക എന്നുള്ളത് ഹല്ലേലൂയ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയുടെ ഹല്ലേലൂയ എന്തായിരുന്നു? വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഹല്ലേലൂയ സബ് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ലിവിങ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യമായിരുന്നു ഇംപ്രൂവ് യുവർ ഹല്ലേലൂയ ലൈഫ്, നമ്മുടെ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യുക, കർത്താവിനെ പോലെ ആകുവാൻ ട്രൈ ചെയ്യുക. ഹല്ലേലൂയ വിശുദ്ധിയിലും വേർപാടിലും ഹല്ലേലൂയ നീതിയിലുമെല്ലാം
ആമേൻ നീതി പ്രവൃത്തികളിലും എന്ത് ചെയ്യുക, വർദ്ധിച്ചു വരിക എന്നുള്ളത് ആമേൻ മൂന്നാമത്തെ കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ആമേൻ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, രണ്ടാമത്തെ ആമേൻ റെസ്പോൺസിബിലിറ്റി ഇപ്രകാരമാണ്: ഗ്രോയിങ് ഇൻ ഫെയ്ത്ത് ആൻഡ് നോളജ്. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തിലും ആമേൻ അറിവിലും എന്ത് ചെയ്യുക, വർദ്ധിച്ചു വരിക. വിശ്വാസത്തിലും ആമേൻ അറിവിലും വർദ്ധിച്ചു വരിക. ആമേൻ ദൈവ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹിതപ്രകാരം ആമേൻ ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിച്ചവരായിരിക്കുന്ന നാം ഓരോരുത്തരും ആമേൻ, അല്ലെങ്കിൽ ദൈവം നമുക്ക് ആമേൻ നൽകിയ കൃപപ്രകാരം ആമേൻ ഹല്ലേലൂയ പുതിയ മനുഷ്യനായി തീർന്ന ആമേൻ നാം ഓരോരുത്തരും ആമേൻ രണ്ടാമത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഗ്രോയിങ് ഇൻ ഫെയ്ത്ത് ആൻഡ് നോളജ്. വിശ്വാസത്തിലും അതുപോലെ തന്നെ ആമേൻ അറിവിലും ആമേൻ ഹല്ലേലൂയ വർദ്ധിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, ആമേൻ സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവവചനം ആമേൻ പഠിക്കുക എന്നുള്ളതാണ്. ദൈവവചനം പഠിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം നമുക്ക് വായിക്കാം. ആമേൻ ജെയിംസ് ചാപ്റ്റർ 1:22. ആമേൻ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആമേൻ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് പ്രകാരമാണ്: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. അപ്പോൾ വചനം പഠിക്കുകയും അവൻ വചനത്തെ എന്ത് ചെയ്യുക, അവൻ പ്രമാണിക്കുകയും ചെയ്യുക, അവൻ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ. വചനത്തെ മനസ്സിലാക്കുക, വചനം കേൾക്കുക, അവൻ അപ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ യാക്കോബോട് പറയുന്ന അവൻ ഹല്ലേലൂയ കാര്യം പ്രകാരമാണ്, അദ്ദേഹപ്രകാരമാണ് പറയുന്നത്. എന്താണ്? നിങ്ങളെന്ത് ചെയ്യുക, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കരുത്. അപ്പോൾ വചനം കേൾക്കുക മാത്രം ചെയ്ത് അവൻ അതിനെ അവൻ ഹല്ലേലൂയ അനുസരിക്കാതിരിക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ച ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിക്ക് ചേർന്ന കാര്യമല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റിയാണെന്ത്? വചനം കേൾക്കുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്യുക, അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഇപ്രകാരമാണ്: നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചതിക്കുകയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വചനം പഠിക്കുക, വചനപ്രകാരം എന്ത് ചെയ്യുക, നടക്കുക. അടുത്ത കാര്യപ്രകാരമാണ് ദൈവമായിട്ടൊരു വലിയ ആഴമേറിയ ബന്ധം സ്ഥാപിക്കുക. ഹല്ലേലൂയ ക്രിസ്തുവിൽ വളരുവാൻ നമ്മെ സഹായിക്കും. ദൈവമായിട്ടൊരു ആഴമായിരിക്കുന്ന ബന്ധം. കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊലോസ് ലേഖനത്തിൻ്റെ ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് ഓരോരുത്തരുടെ ശ്രദ്ധയെ ഞാൻ ഹല്ലേലൂയ ക്ഷണിക്കുകയാണ്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പ്രകാരമാണ്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് നമുക്ക് കാണുന്നപ്പോൾ തന്നെ 3-ാമത്തെ വാക്യപ്രകാരമാണ്: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ദൈവത്തോട് ആഴമായിരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക. അത് ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രകാരമാണ്: ലേൺ ടു ലവ് ഗോഡ് ആൻഡ് അതേഴ്സ്, അല്ലെങ്കിൽ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുന്നവരായിരിക്കുക. അത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഒരു കാര്യമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നല്ല വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ അതിപ്രകാരമാണ്: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാകുന്നു. അപ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്തു? ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുവാനായിട്ട് അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഹല്ലേലൂയ യോഹന്നാൻ പറയുന്നത്. നമ്മളും തിരിച്ചെന്ത് ചെയ്യുക? സ്നേഹിക്കുക. ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായി തീരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെയും സ്നേഹിക്കണം, മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കണം. അതിൻ്റെ തന്നെ ഹല്ലേലൂയ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്:
പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ വ്യക്തിയുടെയും വീണ്ടും ജന്മം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി തീർന്ന ഓരോ വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അന്യോന്യം സ്നേഹിക്കുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു വരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ ഹല്ലേലൂയ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്നേഹിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ ഓരോ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയുടെയും അടുത്ത റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ 2-ാമത്തെ കാര്യം എന്തായിരുന്നു? ഗ്രോ ഇൻ ഫെയ്ത്ത് ആൻഡ് നോളജ്. ഹല്ലേലൂയ ദൈവവചനത്തിലുള്ള അറിവിൽ ദൈവത്തോട് അനുരൂപപ്പെടുന്നതിനെല്ലാം എന്ത് ചെയ്യുക? വർദ്ധിച്ചു വരിക. അതിൻ്റെ പോയിന്റ്സാണ് നമ്മൾ പറയുവാനിടയായി തീർന്നത്. അടുത്ത ഹല്ലേലൂയ 3-ാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹല്ലേലൂയ 2 Corinthians chapter 5 നമുക്ക് കടന്നു വരാം. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 5-ാം അധ്യായത്തിൻ്റെ 2 Corinthians 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അത് പ്രകാരമാണ്: ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളാരാണ്? അല്ലെങ്കിൽ 3-ാമത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിരിക്കുക. ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിച്ച ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ച അല്ലെങ്കിൽ ഹല്ലേലൂയ പുതിയ മനുഷ്യനായി തീർന്ന നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ്? സ്ഥാനാപതികളായിരിക്കുക. ഹല്ലേലൂയ സ്ഥാനാപതികളായിരിക്കുക. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിരിക്കുക എന്നുള്ളത് നാം വായിച്ച വാക്യത്തിൽ നമ്മൾ പ്രകാരമാണല്ലോ വായിച്ചത്. ഹല്ലേലൂയ 20-ാമത്തെ വാക്യത്തിൽ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായ ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരായി തീരുക, അല്ലേ? ദൈവത്തിൻ്റെ വേണ്ടി സംസാരിക്കുന്നവരായി തീരുക. ഒരു അംബാസഡറുടെ ജോലി എന്താണ്? ഒരു രാജ്യത്തിൻ്റെ അംബാസഡറുടെ ജോലി എന്താണ്? മറ്റൊരു രാജ്യത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേറൊരു രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ അംബാസഡർ ജോലി എന്താണ്? ഇന്ത്യക്ക് വേണ്ടി അവിടെ സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ ഇന്ത്യയിൽ താമസിക്കുന്ന അംബാസഡേഴ്സിൻ്റെ ജോലി എന്താണ്? അവരുടെ രാജ്യത്തിന് പ്രതിനിധീകരിക്കുക, അവരുടെ രാജ്യത്തിന് വേണ്ടി ഇവിടെ സംസാരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ സ്ഥാനാപതികളായി തീരുക എന്നുള്ളതാണ് ഹല്ലേലൂയ ജീവൻ പുതുക്കം പ്രാപിച്ച അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ വ്യക്തികളുടെയും ഹല്ലേലൂയ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ആ വാക്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു, അല്ലെ? ക്രിസ്തുവിന് പകരം ഹല്ലേലൂയ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം സംസാരിക്കുക എന്ന ആ വാക്യൻ്റെ വ്യക്തമായിരിക്കുന്ന അർത്ഥം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത കാര്യം എന്നുള്ളത് 4-ാമത്തെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പുട്ട് ഓൺ ദി ആർമർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. നമുക്ക് വളരെ ഹല്ലേലൂയ സുപരിചിതമായിരിക്കുന്ന ഭാഗമായതുകൊണ്ടും സമയം അനുവദിക്കാത്തതുകൊണ്ടും വാക്യം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് വായിക്കുവാനിടയായി തീരണമേ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഹല്ലേലൂയ മെയിനായിട്ട് അനേകം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളപ്പോൾ തന്നെ സമയപരിമിതി മൂലം ഹല്ലേലൂയ 4 കാര്യങ്ങൾ മാത്രമാണ് ഹല്ലേലൂയ ഞാനിവിടെ ഓർപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ ഓരോ ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ന്യൂ ക്രീച്ചർ. ഹല്ലേലൂയ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ എന്താണത്? 1-ാമത്തെ കാര്യം വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. 2-ാമത്തെ റെസ്പോൺസിബിലിറ്റി ഗ്രോ ഇൻ ഫെയ്ത്ത് ആൻഡ് നോളജ്. ഹല്ലേലൂയ വിശ്വാസത്തിലും ഹല്ലേലൂയ അറിവിലും ഹല്ലേലൂയ വർദ്ധിച്ചു വരിക. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. 3-ാമത്തെ കാര്യം ബി ദി അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി തീരുക. 4-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ സർവായുധ വർഗം
ധരിക്കുക. റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കേൾക്കുവാനിടയായിത്തീരുന്നു. അടുത്തതായിട്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പദവികൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ഹല്ലേലൂയ പുതിയ സൃഷ്ടിയായി തീർന്ന വ്യക്തിയുടെ പ്രിവിലേജസ് പദവികളെക്കുറിച്ച് ഹല്ലേലൂയ ചില കാര്യങ്ങളിൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ പ്രിവിലേജ് എന്നുള്ളത് നമുക്കൊരു ന്യൂ ഐഡൻറ്റിറ്റി കിട്ടുന്നു, ഒരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടുന്നു. പുതിയ ഐഡൻറ്റിറ്റി. പാപികൾ ആയിരുന്ന നമ്മെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ മക്കളാക്കി ദൈവം ചെയ്തു, തീർത്തു, അല്ലേ? നീതിമാന്മാരാക്കി ദൈവം തീർത്തു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളിനി വി ആർ നോ ലോങ്ങർ ഹല്ലേലൂയ ഡിനൈഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന് മുമ്പാകെ തള്ളപ്പെട്ടവരല്ല, ദൈവം മുമ്പാകെ ഹല്ലേലൂയ വിശുദ്ധന്മാരായിട്ട് നമുക്ക് തീരുവാനായിട്ട് ദൈവം ഹല്ലേലൂയ അവസരം നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ എന്താണ് നീതിമാന്മാരും വിശുദ്ധന്മാരുമായി തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ ഹല്ലേലൂയ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം അത് പ്രകാരമാണ്. ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മില്ലാതെയായി. അപ്പോൾ ഏറ്റുപറയുന്ന നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ നീതിമാന്മാരാക്കി ദൈവം മാറ്റുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഒരു വീണ്ടും ജന്മം പ്രാപിക്കുന്ന വ്യക്തിയുടെ പ്രിവിലേജാണ് എന്താണ്? നമുക്കൊരു ന്യൂ ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടുന്നു. വിശുദ്ധൻ എന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവം മുമ്പാകെ നീതിമാൻ എന്നൊരു ഐഡൻറ്റിറ്റി നമുക്ക് ദൈവം നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും സമയം കിട്ടുന്നതനുസരിച്ച് വായിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അടുത്തത് എന്നുള്ള രണ്ടാമത്തെ പ്രിവിലേജ് എന്ന് പറയുന്നത് റിക്കൺസൈൽ ആകുന്നു. ദൈവത്തോട് നമുക്ക് ഹല്ലേലൂയ എന്താണ് നിരപ്പ് പ്രാപിക്കുവാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിക്കപ്പെടുന്നു. എഫേസ്യ ലേഖനം ഹല്ലേലൂയ 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പ്രകാരമാണ്. ഹല്ലേലൂയ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും അതല്ല, എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. നിങ്ങളിപ്പോൾ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തമ്മിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇപ്പോൾ നമുക്ക് ലഭിച്ച പ്രിവിലേജ് എന്താണ്? ഹല്ലേലൂയ ദൈവത്തോട് എന്താണ് നിരപ്പ് പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. നമ്മുടെ മധ്യ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഉണ്ടായിരുന്ന ശത്രുത്വത്തെ, പാപമെന്ന ഹല്ലേലൂയ ശത്രുത്വത്തെ ദൈവമായ കർത്താവ് തന്നെ ക്രൂശിൽ എന്ത് ചെയ്തു? ഇടിച്ചു കളയുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ശത്രുത്വം നീങ്ങി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് ദൈവത്തിൻ്റെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനുള്ളൊരു പ്രിവിലേജ് നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അടുത്ത കാര്യം എന്നുള്ളത് മൂന്നാമത്തെ പ്രിവിലേജ് എന്നുള്ളത് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആസ് ചിൽഡ്രൻ. നമുക്ക് ദൈവത്തോട്
അവൻ മക്കൾ എന്ന പോലെ ഒരു പിതാവും മക്കളും എന്ന റിലേഷനിലേക്ക് വരുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുവാനിടയായി തീർന്നു. മക്കളും ദൈവവും തമ്മിലുള്ള റിലേഷനിലെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വേഗത്തിൽ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അത് പ്രകാരമാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. കാൺവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. കാൺവിൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള പ്രിവിലേജ്, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ദൈവമായിട്ട് അപ്പൻ മക്കൾ ബന്ധത്തിലേക്ക് വരുവാനുള്ള ഹല്ലേലൂയ പ്രിവിലേജ് ദൈവം നമുക്ക് നൽകി തരുവാൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ കൂടെ ഹല്ലേലൂയ പിന്നീട് വായിക്കണമെന്ന് ഹല്ലേലൂയ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. 4-ാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ നമുക്ക് ദൈവം നൽകി തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഹോപ്പ്, സെക്യൂരിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ്. ഹല്ലേലൂയ നമുക്ക് പ്രത്യാശ ലഭിക്കുവാനിടയായി തീർന്നു. സുരക്ഷിതത്വം ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഇൻഹെറിറ്റൻസ് നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. അവകാശം ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. നമുക്കൊരു ലിവിങ് ഹോപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ നല്ലൊരു പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് നമുക്ക് ജീവനുള്ള പ്രത്യാശയും ക്രിസ്തുവിലുള്ള സുരക്ഷിതത്വവും എല്ലാം ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 3 മുതൽ 5 വരെയുള്ള ഹല്ലേലൂയ വാക്യങ്ങൾ കൂടെ വായിക്കണമെന്ന് പിന്നീട് വായിക്കണമെന്ന് ഓർപ്പിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനിവിടെ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ നാം ചിന്തിച്ച ഓരോ കാര്യങ്ങളെ ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരിക്കൽ പെട്ടെന്ന് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് വിട്ടിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടും. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണ്? ദൈവത്തിൽ നിന്ന് പ്രത്യാശയുണ്ട്. ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ സെക്യൂരിറ്റി ഉണ്ട്, അഥവാ സംരക്ഷണമുണ്ട്. അപ്പോൾ തന്നെ ഹല്ലേലൂയ എന്താണ്? അവകാശമുണ്ട്. നമ്മുടെ അവകാശം എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ക്ഷയമോ മാലിന്യമോ വാട്ടവും ഒന്നും തട്ടാത്ത അവകാശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഒരു വീണ്ടും ജനനം പ്രാപിച്ച, അല്ലെങ്കിൽ ഹല്ലേലൂയ ന്യൂ ക്രിയേഷനായിത്തീർന്ന, പുതിയ സൃഷ്ടിയായിത്തീർന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങളും പദവികളും റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ആണ് നമ്മളിന്ന് ഹല്ലേലൂയ സന്ധ്യകൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഹല്ലേലൂയ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അപ്പോൾ തന്നെ ചില 2 പ്രത്യേക വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ജാർഖണ്ഡിലുള്ള ഹല്ലേലൂയ പാസ്റ്റർ ജിപ്സൺ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 4 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സ്ട്രോക്കിനെ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാണ്. അദ്ദേഹം ജാർഖണ്ഡിൽ ഹല്ലേലൂയ ബൈബിൾ പരിഭാഷ പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ഇടത് സൈഡ് ഹല്ലേലൂയ തളർന്നു പോയിരുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൈയും കാലുകൾ ഇപ്പോൾ ചലിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പരിപൂർണമായിരിക്കുന്ന സൗഖ്യത്തിന് വേണ്ടി പാസ്റ്റർ ജിപ്സന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കിളിമാരിലുള്ള ഹല്ലേലൂയ കാരറ്റ് ടൗൺ AG സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ അരുൺ രാജിൻ്റെ 3 വയസ്സ് പ്രായമുള്ള ഹല്ലേലൂയ മോന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജെരമ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുഞ്ഞിൻ്റെ പേര്. നല്ല കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്ലഡ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു. RCC ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രിയ പൈതലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെയും ഓർത്തുകൊണ്ടും ദൈവമുമ്പാകെ നമ്മെ തന്നെ സാക്ഷി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച്
ആമേൻ ഹല്ലേലൂയ. മീറ്റിംഗ് ഇവിടെ അവൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ പറയപ്പെട്ട 2 വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജിപ്സനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, ജാർഖണ്ഡിൽ ഞങ്ങളുടെ മേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആമേൻ ഹല്ലേലൂയ സ്ട്രോക്കിനാൽ അവൻ ഭാരപ്പെട്ടുകൊണ്ട് ആമേൻ ഹോസ്പിറ്റൽ ICUവിലായിരിക്കുന്നുവല്ലോ. ആമേൻ ഹല്ലേലൂയ. കർത്താവ് കൊടുത്ത ആമേൻ അല്പമായിരിക്കുന്ന വിടുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും അവൻ വിടുതലും കർത്താവെ അവിടെ നിന്ന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് അവൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ അത്ഭുതകരം നീട്ടി കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ അപ്പാ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവെ, അവൻ ജെറമ്യ മോനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവൻ പൈതലിനെ കർത്താവെ അവിടുന്ന് അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യമാക്കണമേ. ആമൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. അവൻ അവിടുന്ന് അവൻ സകല രോഗങ്ങൾക്കും അവൻ വൈദ്യനായിരിക്കുന്ന കർത്താവാകുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവപ്പ അവിടുത്തെ കരം നീട്ടി അവൻ തൊട്ട് പൈതലിനെ പൂർണ്ണമായിരിക്കുന്ന വിടുതലും ആശ്വാസവും സൗഖ്യവും നൽകി കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമൻ വചനം ശ്രവിക്കുന്ന ആമൻ സകലരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. ആമേൻ അപ്പാ. ആമേൻ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ആമേൻ ഹല്ലേലൂയ പ്രിവിലേജിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ. അവിടുത്തെ വചനപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. ആമേൻ പ്രാർത്ഥനാ ധ്വനി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ വിളിച്ചാൽ പാസ്റ്ററേയും കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവന് സകലമാനവും മഹത്വം അംഗീകരിപ്പിക്കുന്നു. അവൻ പ്രാർത്ഥന എത്തിക്കുക. സ്തോത്രം യേശുനാമത്തിൻ്റെ പിതാവേ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.